നമസ്കാരം. എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സോഹൻ റോയ് സാറാണ്. അദ്ദേഹം ഡയറക്ടറാണ്, അതുപോലെ തന്നെ സംരംഭകനാണ്. ഒരുപാട് സ്പോർട്സ് ആക്ടിവിറ്റി, സ്പോർട്സ് ഒരുപാടെന്ന് പറഞ്ഞാൽ ക്രിക്കറ്റിൻ്റെ വളരെ വലിയ ആരാധകനാണ്. സ്വന്തമായി ക്രിക്കറ്റ് ടീമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഇതൊന്നുമല്ല, സ്വന്തം അമ്മ എഴുതിയ അമ്മയുടെ കുറിപ്പടികൾ അത് ഒരു പുസ്തകമായി ഇന്ന് ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ അദ്ദേഹമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സാർ, ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രചോദനം? ഇത് ആക്ച്വലി അമ്മ എഴുതി തുടങ്ങിയത് പണ്ട് തൊട്ടേ എഴുതുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഡയറി കുറിപ്പായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പം അമ്മ മരിച്ച് 2011 മരിച്ചു കഴിയുമ്പം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇതൊരു പുസ്തകമാക്കണം എന്ന് വിചാരിച്ച്. പക്ഷേ എനിക്ക് സമയക്കുറവുള്ളതുകൊണ്ട് ഞാനത് 1-2 പേരെ അത് ഏൽപ്പിച്ചു. ഇവരെല്ലാം ഈ ഡയറി എടുത്തിട്ട് നോക്കിയിട്ട് പറഞ്ഞ് അതൊരു പുസ്തകമായിട്ട് അങ്ങോട്ട് ആക്കാൻ പറ്റുന്ന രീതിയിലല്ല. കുറേ ഡയറി ഇങ്ങനെ പോവുകയാണ്. അത് മാത്രമായിട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാലുന്തലയില്ലാത്തൊരവസ്ഥയാവും. അങ്ങനെ അതങ്ങ് നീണ്ടുപോയി. അപ്പം നമ്മൾ തിരക്കുകളിലകത്ത് വിട്ടു. കഴിഞ്ഞ വർഷം ഞാനിവിടെ ഷാർജ ബുക്ക് ഫെയറിൽ വന്നപ്പം ഒരു ഉമ്മയുടെ പുസ്തകം അവരുടെ മക്കൾ പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനായിരുന്നു അത് ആദ്യത്തെ കോപ്പി കൊടുത്തു. അത് കണ്ടപ്പോഴാണ് ഈ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇത് ഞാൻ എന്ത് വലിയ തെറ്റാണ് ചെയ്തേക്കുന്നത്. എൻ്റെ കയ്യിലൊരു ബുക്ക് ഉണ്ടായിട്ട് ഞാൻ ഇതുവരെ ഒരു സ്റ്റഫ് ഉണ്ടായിട്ട് അത് ചെയ്തില്ലല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ വെച്ച് തന്നെ അനൗൺസ് ചെയ്ത് അടുത്ത വർഷം ഞാൻ എൻ്റെ അമ്മയുടെ പുസ്തകം ഇതുപോലെ പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ലിബി അന്നേരം തന്നെ പറഞ്ഞു അതെങ്കിൽ ഞങ്ങളത് പബ്ലിഷ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തു. ഞാൻ എപ്പോഴും എങ്ങനെയാണ് ടാർഗറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാർഗറ്റ് അത് കംപ്ലീറ്റ് ചെയ്തിരിക്കും. ശരിക്കും പറഞ്ഞാൽ അമ്മയോട് അതൊരു മകനുള്ള കടപ്പാട് അല്ലെങ്കിൽ സ്നേഹം, ഇത് ഒരു വലിയൊരു എവിഡൻസാണ്. കാരണം ഇനി വരുന്ന തലമുറ, ഇപ്പം അങ്ങയുടെ മക്കൾ, അവരുടെ മക്കൾ, അവർക്കെല്ലാം ഇതൊരു പ്രചോദനമായിട്ട് തന്നെ ഉൾക്കൊള്ളാൻ പറ്റും. അതുപോലെ തന്നെ സമൂഹത്തിനും ഇല്ലേ? ഇത് വളരെ വാല്യുബിൾ ഒരു ബുക്കാണ്. ഇതിലേക്ക് ഇറങ്ങി ചെന്നപ്പോഴാണ് ഒരു 4 തലമുറയുടെ സ്റ്റോറീസ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് ഒരു കാലഘട്ടത്തിൻ്റെ കഥയാണ് പറയുന്നത്. ഒരു നൂറ്റാണ്ടിലേറെയുള്ള കഥയാണ് പറയുന്നത്. അന്നത്തെ നാട്ടു നടപ്പുകൾ എന്തൊക്കെയാണ്, അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പ്, സ്വാതന്ത്ര്യ സമരകാലത്തിന് മുമ്പ് തിരുവനന്തപുരത്ത് പോയിട്ട് അവിടുത്തെ എന്താണ് മഹാരാജാസ് കോളേജ്, അന്ന് ഇപ്പോഴത്തെ സംസ്കൃത കോളേജിൽ 5 വർഷത്തെ കോഴ്സ് ചെയ്തതാണ് അമ്മ. അന്ന് അമ്മയുടെ കൂടെ താമസിച്ചവരെല്ലാം അന്നത്തെ MLA മന്ത്രിയായി. അക്കൂട്ടത്തിൽ ഏറ്റവും നല്ല പ്രഭാഷകയും സംസാരിക്കുന്നതെല്ലാം അമ്മയായിരുന്നു. ആക്ച്വലി ഏറ്റവും വലിയ പാണ്ഡിത്യമുള്ളത് അമ്മയായിരുന്നു. അമ്മയായിരുന്നു അവിടുത്തെ ഫസ്റ്റ് റാങ്കൊക്കെ. ഈവൻ മഹാത്മാഗാന്ധി മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ വനിതകളെ ഏറ്റവും മുന്നിൽ നയിച്ചത് അമ്മയായിരുന്നു. അന്നത്തെ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിലെല്ലാം അസംബ്ലിയിൽ അമ്മ എല്ലാം സ്ഥിരമായി പോയി അറ്റൻഡ് ചെയ്യുന്നതാണ്. അമ്മയുടെ കൂടെയാണ് KR ഗൗരി, സുശീല ഗോപാലൻ, ഐഷ ഭായി ഒക്കെ. അവരെല്ലാം മിനിസ്റ്റേഴ്സായി. അവരൊക്കെ ഇടതുപക്ഷമായിരുന്നു, അമ്മ കോൺഗ്രസ് ആയിരുന്നു. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് പോകാനായിട്ട് ഫാമിലിയിൽ സമ്മതിക്കാത്തത് കൊണ്ട് അമ്മ ടീച്ചറായിട്ട് മാറി. അല്ലെങ്കിൽ ഒരുപക്ഷെ കേരളം കണ്ട ആദ്യത്തെ വനിതാ MLA, കോൺഗ്രസ് MLA അമ്മയായിരുന്നു. പിന്നെ അമ്മ ഭയങ്കര അന്നത്തെ എല്ലാ കോൺഗ്രസ് ചടങ്ങുകളിലും മെയിൻ പ്രഭാഷക അമ്മയായിരുന്നു. അമ്മയായിരുന്നു പ്രസംഗത്തിന്റെ ഉസ്താദ്. ഏതായാലും അമ്മയിൽ നിന്നുള്ള കഴിവുകൾ ഈ മകനിലേക്കും പകർന്നു കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഓരോ മേഖലയിലും അങ്ങയുടേതായ ഒരു കൈമുദ്ര തന്നെ ചാലിക്കുന്നത് അല്ലേ? അപ്പം ആയിരിക്കും കുറേയൊക്കെ കിട്ടിയിട്ടുണ്ട്. അല്ല, അങ്ങയുടെ സ്ഥാപനങ്ങളിൽ തന്നെ ആ ജോലി ചെയ്യുന്നവർക്ക് ഇപ്പം അതിൽ തന്നെ സ്പെഷ്യാലിറ്റി ആണ് ചെയ്യുന്നത്. കൊറോണ സമയത്തും അങ്ങ് ഒരുപാട് സ്ഥാപനങ്ങൾ, അതായത് ആൾക്കാരെ പറഞ്ഞു വിടുമ്പോഴും താങ്കൾ അത് ചെയ്തില്ല. താങ്കൾ അവരെ നിലനിർത്തി അവരെ സംരക്ഷിച്ചു എന്നുള്ളതാണ് അല്ലേ? അതെല്ലാം താങ്കളിലുള്ള ആ മൂല്യങ്ങൾ, ഈ അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയ മൂല്യങ്ങൾ. അമ്മയിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ബ്ലഡിലൂടെ കിട്ടിയതായിരിക്കാം. വിശ്വാസത്തിനും അനാചാരത്തിനും ജാതി വിവേചനത്തിനും എതിരെ ശക്തമായി പ്രവർത്തിച്ച ആത്മവിദ്യാ സംഘത്തിൽ ചേക്കേറിയ ഒരു കുടുംബത്തിൽ ജന്മം കൊണ്ട ഒരു വ്യക്തിയുടെ ഡയറി കുറിപ്പുകളാണ്. അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയെ വെല്ലുവിളിച്ച് തൻ്റെതായ ജീവിതം കരുപിടിപ്പിച്ച ധീരവനിതയായ ശ്രീമതി R. കസ്തൂരിബായി മഹോപാധ്യായയുടെ ഡയറി കുറിപ്പുകൾ അടങ്ങുന്നതാണ് ഈ പുസ്തകം. ഈ ഡയറി കുറിപ്പുകളെ പുസ്തക രൂപത്തിലാക്കി നമുക്കായി സമ്മാനിക്കുന്ന മകൻ, നമുക്കേവർക്കും പരിചയമുള്ള സർ സോഹൻ റോയ്, ഗ്രന്ഥകർത്താവ്. ലിബി പബ്ലിക്കേഷൻസ് ആണ് ഈ പുസ്തകം നമുക്കായി പുസ്തക രൂപത്തിലാക്കി സമ്മാനിക്കുന്നത്. ശ്രീമതി R. കസ്തൂരിബായി മഹോപാധ്യായ, ശ്രീ AK ദാമോദരദാസിന്റെയും K. രുദ്രാണി അമ്മയുടെയും മകളായി
കൊല്ലവർഷം 1105, അതായത് മെയ് മാസം 1930 മേടം 19 മകേരം നക്ഷത്രത്തിൽ ജനിച്ചു. പഴയകാലത്ത് നിലവിലുണ്ടായിരുന്ന ശാസ്ത്രി, മഹോപാധ്യായ എന്നീ ഉന്നത ബിരുദങ്ങൾ അവർ കരസ്ഥമാക്കി. ഹൈസ്കൂൾ അധ്യാപികയായിരുന്നു. ശ്രീമാൻ കൃഷ്ണശാസ്ത്രിയാണ് ഭർത്താവ്. സംസ്കൃതം, മലയാളം, സംഗീതം, സാഹിത്യം അങ്ങനെ വിവിധ ക്ഷേത്രങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് ശ്രീമതി ആർ കസ്തൂരിബായി. വിരമിച്ച ശേഷം സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൽ സജീവമായിരുന്നു. 81 വയസ്സിൽ 2011 മെയ് മാസം 4-ാം തീയതി അമ്മ അന്തരിച്ചു. ഞാൻ ആലോചിക്കാറുള്ളത്, എങ്ങനെയാണ് ഈ മകൻ ഇത്ര കണ്ടൊരു ഊർജം, എനർജി, അനുഗ്രഹം എന്നത് സ്വാഭാവികമായും ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അതിനുശേഷമാണ് ഈ പുസ്തകത്തെ കുറിച്ച് അങ്ങ് തന്നെ പറഞ്ഞ് ഞാൻ അറിയുന്നത്. സംശയമില്ല, അങ്ങ് കസ്തൂരി ശലഭം തന്നെയാണ് എന്ന് ഞാൻ പറയേണ്ടി വരും. ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുവാൻ എത്തിയിരിക്കുന്നത് സ്വന്തം അമ്മയുടെ പുസ്തകമാണ്. ശ്രീ സോഹൻ റോയിയുടെ മറ്റൊരു അമ്മ തന്നെയാണ് പ്രകാശന കർമ്മം നിർവഹിക്കുന്നത്, ശ്രീമതി പ്രേമാവതി മണ്ണെടുത്ത്, അദ്ദേഹത്തിന്റെ മദർ ഇൻ ലോ. ഈ പുസ്തകത്തിന്റെ ആദ്യ പ്രതി സ്വീകരിക്കുവാൻ എത്തിയിരിക്കുന്നത് ഞാൻ വീണ്ടും മലയാളികൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, സ്വരലയയുടെ ഡയറക്ടർ ശ്രീ TR അജയൻ സർ ആണ്. ഈ പുസ്തകത്തെ കുറിച്ച് പരിചയപ്പെടുത്തുവാൻ എത്തിയിരിക്കുന്നത് ഹു എൽസ് ക്യാൻ ഡു ദാറ്റ്, അച്ചമ്മയെ കുറിച്ച് ആ പേരക്കുട്ടി തന്നെയാണ് പരിചയപ്പെടുത്തേണ്ടത്. നിവേദ്യ റോയ് ഈസ് ഓൾസോ ഓൺ ദ സ്റ്റേജ്. പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്ന ലിബി പബ്ലിക്കേഷൻസിന്റെ പ്രിയപ്പെട്ട ലിബി അക്ബറും ഇവിടെയുണ്ട്. പുസ്തക പ്രകാശനം ആദ്യം എനിക്ക് തന്നെ ഇത് കൈമാറാൻ സാധിച്ചത് വളരെ സന്തോഷം. വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ള ധന്യമായ ഈ മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള കാര്യാർത്ഥം ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള കൃതജ്ഞതയ്ക്ക് ഞാൻ ആദ്യമേ രേഖപ്പെടുത്തുന്നു. സോഹൻ റോയിയെ ഒരുപാട് വർഷമായി தெரியும். അദ്ദേഹത്തിൻ്റെ വളർച്ച കൃത്യമായിട്ട് നോക്കി നിന്നിട്ടുള്ള, അത്ഭുതപൂർവ്വം നോക്കി നിന്നിട്ടുള്ള ഒരാളാണ് സാർ. ഒരു ഷിപ്പ് ടെക്നോളജി എഞ്ചിനീയറിൽ നിന്ന് അദ്ദേഹം ലോകമറിയപ്പെടുന്ന വലിയൊരു വ്യവസായിയായി മാറുന്നതോടൊപ്പം സാംസ്കാരിക രംഗത്ത് നിരന്തരമായി ഇടപെടുകയും ബോളിവുഡ് ഫിലിം പോലും സംവിധാനം ചെയ്യുകയും അതിൻ്റെ തിരക്കഥ രചിക്കുകയും അതിന് അവാർഡ് ലഭിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സാധാരണക്കാരുടെ ദുഃഖങ്ങൾ കാണാനും അവർക്ക് തൻ്റെ കഴിവ് പ്രകാരമുള്ള സഹായങ്ങൾ ചെയ്യാനും ഒക്കെ അദ്ദേഹം കാണിച്ചിട്ടുള്ള മനുഷ്യപ്പറ്റ് എന്ന കാര്യം എന്നും അത്ഭുതത്തോടെ നോക്കിയെന്നുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഒരു പുസ്തകം, അമ്മ, ആ പുസ്തകം വന്നപ്പോൾ കൃത്യമായും അദ്ദേഹം ഒന്ന് വിളിച്ചു പറയുമ്പോൾ ഇവിടെ ഉണ്ടാവണം എന്ന് ഞാൻ നിർബന്ധമായും തീരുമാനിച്ചത്. ഓർമ്മകൾ, നഷ്ടപ്രതീക്ഷകളുടെ ദുഃഖങ്ങളില്ലാതെ ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് നമ്മളോട് പറഞ്ഞത് ചെഗ്വേരയാണ്. നിങ്ങൾ ഓർക്കുക, നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരുന്നത് കടമനിട്ട രാമകൃഷ്ണൻ. എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു വറ്റിച്ചു നാം ഇത്തിരി ശാന്തിതൻ ശർക്കര നുണയുവാൻ എന്ന് നമ്മളോട് പറഞ്ഞത് എന്നും കെട്ടാണ്. ഓർമ്മകൾക്കില്ല ചാവും ചിതകളും ഒന്നുപോലും ജരാനരാ ദുഃഖവും എന്ന് നമ്മളോട് പറഞ്ഞത് വിജയലക്ഷ്മിയാണ്. പക്ഷേ നമ്മളൊക്കെ ഇപ്പോൾ ഓർമ്മകൾക്ക് അൽഷിമേഴ്സ് ബാധിച്ച ആളുകളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സങ്കടകരമായ അവസ്ഥ. ഈ അവസ്ഥയിൽ സ്വന്തം അമ്മയുടെ ഡയറി കുറിപ്പുകളിൽ നിന്ന് ഓർമ്മകൾ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള വലിയൊരു ശക്തി സ്രോതസ്സായി അതിനെ കണ്ടുകൊണ്ട് ഒരു പുസ്തകം രചിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മകന് അമ്മയ്ക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ഒരു ദക്ഷിണയാണ് എന്നാണ് പറയുന്നത്. ഓർമ്മകൾ നെയ്യോട് നെയ്യ് ചേർത്ത് നമ്മെ പുണരുന്ന അമ്മയെ പോലെയാണെന്നാണ് കൈതപ്പുറം പറഞ്ഞിട്ടുള്ളത്. ആ ഓർമ്മകൾ
നമുക്ക് നൽകുന്ന ശക്തി, അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ ഊർജം ഒന്നും വേറെ തന്നെയാണ്. അതാണ് ഈ പുസ്തകത്തിൽ പ്രചരിച്ച് കിടക്കുന്നത്. കാരണം പലപ്പോഴും നമ്മൾ ദുഃഖങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സുകൾ പലപ്പോഴും ഒരു സാന്ത്വനത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ എന്തും എപ്പോഴും നമ്മുടെ ചിന്തയിലേക്ക് വരുന്ന ഒരു പേര് അമ്മ എന്നുള്ളത് തന്നെയാണ്. കാരണം അമ്മയല്ലാതൊരു ദൈവമുണ്ടോ, അതിലും വലിയൊരു കോവിലുണ്ടോ എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ അമ്മമാർ തന്നെയാണ്. അവിടെയാണ് ഒരമ്മ ഇത്രയൊന്നും ഇപ്പോൾ വലിയ വ്യവസായ സാമ്രാജ്യത്തിൻ്റെ ഉടമയാണ്. പക്ഷെ അത്രയൊന്നും സൗകര്യങ്ങളില്ലാത്ത ഒരു കാലഘട്ടത്തിൽ 4 മക്കളെ വളർത്താൻ വേണ്ടി ആ അമ്മ എടുത്ത ദുഃഖങ്ങൾ, ആ അമ്മ എടുത്ത വേവലാതികൾ, ആ അമ്മ എടുത്ത സന്ത്രാസങ്ങൾ, ആ അമ്മ എടുത്ത സന്ദേഹങ്ങൾ, ആ അമ്മ എടുത്ത ഊർജം, അത് കൃത്യമായിട്ട് ഈ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് സോഹന് ഈ ശക്തിയും ഊർജവും കിട്ടിയത് എന്ന് കൃത്യമായിട്ടും ഈ പുസ്തകത്തിൽ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതലായിട്ട് അതിനെക്കുറിച്ച് മുഴുവൻ വായിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് വായിച്ചു തന്ന സോഫ്റ്റ് കോപ്പിയിൽ നിന്ന് സ്പർശിച്ചെടുത്ത ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഈ ഊർജം ഇത് നിലനിർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം മറ്റാർക്കും ഇല്ലാത്ത ഒരു ഊർജം എടുക്കുന്നതും കാണിക്കുന്നതും അത് സാധാരണക്കാരന് വേണ്ടി പകർന്നു കൊടുക്കുന്നതും എന്നുള്ളത് നമ്മൾ ഈ പുസ്തകം മനസ്സിലാക്കി കഴിഞ്ഞു. നിരവധി പ്രവർത്തനങ്ങളിലൂടെ, അത്ഭുതപരമായ ചിട്ടയിലൂടെ, അതിനപ്പുറത്തേക്ക് കർത്തവ്യനിരയിലൂടെ, കർമ്മകുശലതയിലൂടെ സോഹൻ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം, വിജയിക്കുന്ന ചക്രവാളങ്ങൾ വെട്ടിപ്പിടിക്കുന്ന ആ കാര്യങ്ങളെല്ലാം തന്നെ എവിടെ നിന്ന് വരുന്നു എന്ന് സ്വാഗത പ്രസംഗങ്ങൾ പറഞ്ഞത് ഈ പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ കാര്യങ്ങൾ വായിച്ച് മുന്നോട്ട് പോകാൻ ഈ പുസ്തകം വായിക്കുന്നവർക്കെല്ലാം ഈ പുസ്തകം പ്രചോദനം ചെയ്യുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഈ പുസ്തകം വായിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വരാൻ നിങ്ങളോട് സമ്മതിക്കാനും കഴിഞ്ഞതിൽ വലിയ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഇത് എൻ്റെ 8ാമത്തെ പുസ്തകമാണ്. അത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയല്ല, കാര്യം അത് അമ്മയുടെ പുസ്തകമാണ്. ഞാൻ അതിനകത്ത് ആകെ 10 പേജ് എഴുതിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം അമ്മയും പിന്നെ കുറച്ച് അമ്മയെ അടുത്തറിയാവുന്നവരെ കുറിപ്പുകളാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ കസ്തൂരി ശലഭത്തിൽ കസ്തൂരിയുമുണ്ട്, ശലഭവുമുണ്ട്. കാര്യം ശലഭം ഒരുപാട് കാര്യങ്ങളുടെ പ്രതീകമാണ്. സ്നേഹത്തിൻ്റെയും നിറങ്ങളുടെയും ട്രാൻസ്ഫോർമേഷൻ്റെയും ഒക്കെ പ്രതീകമാണ് ശലഭം. ഞാൻ എൻ്റെ അമ്മയെ കാണുന്നത് എപ്പോഴും ആ ഒരു ശലഭത്തിൻ്റെ റോളിലാണ്. ശലഭങ്ങളില്ലാത്ത ലോകത്ത്, പരാഗണമില്ലാത്ത ലോകത്ത് ഒരുപക്ഷെ ലോകം തന്നെ അന്യമായി പോകുന്ന ഒരു രീതി നമുക്കറിയാം. അവിടെ അമ്മ ഒരുപാട് പേർക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം പകരുകയും സ്നേഹം പകരുകയും ഒക്കെ ചെയ്തൊരു വ്യക്തിയാണ്. എൻ്റെ ഓർമ്മയിൽ കടന്നു വരുന്ന അമ്മ എന്ന് പറയുന്നത് ഒരുപക്ഷെ അമ്മയുടെ പ്രിയപ്പെട്ട മകനായതുകൊണ്ടായിരിക്കാം ആ ഡയറി ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ സ്പേസ് എനിക്ക് വേണ്ടി തന്നിരിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അനുജൻ ഉണ്ടായിരുന്നു. ആ അനുജനായിരുന്നു സോഹൻ റോയ്. ഈ സോഹൻ റോയിയുടെ മരണമാണ് അമ്മയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവാം. അതായിരിക്കാം എനിക്ക് ആ പേരിടുകയും എനിക്ക് കൂടുതൽ സ്നേഹം പകരുകയും ചെയ്തത്. അത് ഈ പുസ്തകം വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപക്ഷെ ഞങ്ങളുടെ നേട്ടം ഈ ലോകത്തിന് ഒരുപക്ഷെ അമ്മയെ കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എസ്പെഷ്യലി രാഷ്ട്രീയ ലോകത്തിന്. അത് കോൺഗ്രസിനാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണോ എന്നറിയില്ല. മഹാത്മാഗാന്ധി മരിക്കുമ്പോൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് വനിതകളെ മുന്നിൽ നിന്ന് നയിച്ചതിൻ്റെ അമ്മയായിരുന്നു. അന്ന് അമ്മയുടെ കൂടെ തിരുവനന്തപുരത്ത് മഹോപാധ്യായ എന്ന് പറഞ്ഞാൽ 5 വർഷത്തെ കോഴ്സാണ്. ഇന്ന് ആ കോഴ്സില്ല. സാൻസ്ക്രിറ്റിലെ ഏറ്റവും വലിയ കോഴ്സാണ്. ഇന്നത്തെ മഹാരാജാസ് കോളേജ് തിരുവനന്തപുരത്ത്, ഇന്നത്തെ സാൻസ്ക്രിറ്റ് കോളേജ്. അവിടെ ഈ 5 വർഷം പഠിക്കുന്നതിനിടയിൽ
ക്ലാസ് ഇല്ലാത്ത എല്ലാ ദിവസവും നിയമസഭയിൽ പോയിട്ട് അവിടെ അസംബ്ലിയിൽ എല്ലാ ദിവസവും പോയി അവിടുത്തെ അന്നത്തെ രാഷ്ട്രീയം ഇന്നത്തെ രാഷ്ട്രീയമല്ല, എല്ലാ ദിവസവും പോയിക്കൊണ്ടിരുന്ന് പോകുന്ന ആൾക്കാരില്ല. നിയമങ്ങൾ ഉണ്ടാക്കാനും അത് നടപ്പിൽ വരുത്താനും ശ്രമിച്ച സീരിയസ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസുള്ള അടുത്ത് എല്ലാ ദിവസവും സമയം കിട്ടുമ്പോൾ അവിടെ ചെലവഴിക്കുകയും രാഷ്ട്രീയവുമായി വളരെ അടുത്ത് പ്രവർത്തിക്കുകയും അന്ന് കൂടെ താമസിച്ചിരുന്നവർ മറ്റാരുമല്ല, KR ഗൗരി, സുശീല ഗോപാലൻ, ഒപ്പം താമസിച്ചവരും മിക്കവാറും എല്ലാവരും MLA മന്ത്രിമാരുമായി മാറി. ഐഷ ബായിയൊക്കെ അമ്മയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. പക്ഷെ ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. അമ്മ ഒരു കോൺഗ്രസ് ഫാമിലിയിൽ നിന്നായതുകൊണ്ട് ഫാമിലിയിൽ നിന്ന് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരോടൊപ്പം നടക്കുന്നത്. അമ്മ കമ്മ്യൂണിസത്തിലേക്ക് പോകുമെന്ന് പോലും അവർ പേടിച്ചതുകൊണ്ട് ഒരു രാഷ്ട്രീയം വിടാൻ പറഞ്ഞു, അധ്യാപികയാകാൻ പറഞ്ഞു. അതുകൊണ്ട് രാഷ്ട്രീയത്തിന് അമ്മയെ നഷ്ടമായി. വീട്ടുകാർ പറഞ്ഞതനുസരിച്ചിട്ട് അധ്യാപനത്തിലേക്ക് പോയി. അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിന് ഒരു വലിയ നഷ്ടം എന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അന്ന് ആ വനിതകളുടെ ഇടയിൽ അവരെല്ലാം ഒരുമിച്ചാണ് താമസിക്കുന്നത്. അതിൽ ഏറ്റവും നല്ല പ്രഭാഷക അമ്മയായിരുന്നു. അവിടുത്തെ ഫസ്റ്റ് റാങ്ക് അമ്മയായിരുന്നു ആ കോളേജിലെ. അപ്പോൾ അത് രാഷ്ട്രീയ ലോകത്തിനുള്ള നഷ്ടമാണ്, സാഹിത്യ ലോകത്തിനുള്ള നഷ്ടമാണ്. കാര്യം ഭാരിച്ച കുടുംബ ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ ഇതെല്ലാം മറന്നുപോയി. വായനയൊക്കെ മറന്നുപോയി. എത്രമാത്രം വായിച്ചറിവുണ്ട് എന്നുള്ളത് ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഞാൻ കണ്ട അമ്മയ്ക്ക് വായിക്കാൻ സമയമില്ലായിരുന്നില്ല. എത്ര പോലെ ഇങ്ങനെ പ്രവർത്തിക്കുകയായിരുന്നു. രാവിലെ 4:30 അമ്മ എപ്പോൾ എണീക്കുന്നത് എനിക്കറിയില്ല. കാര്യം ഞാൻ കൊണ്ടിരുമ്പോൾ അമ്മ ഉണർന്നിട്ടുണ്ട്. ഞാൻ ഉറങ്ങുമ്പോൾ അമ്മ ഉറങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ അമ്മ ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അത്തരം ഒരു അമ്മയുടെ മകനായി ജനിക്കാൻ ഭാഗ്യമുണ്ടായി. അതിനേക്കാളേറെ ഞാൻ നിയമവിരുദ്ധമായി ജനിച്ച ഒരു കുട്ടിയാണ്. അത് ആ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നു. കാര്യം എൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു. അച്ഛൻ അവിടുത്തെ ഗവൺമെന്റ് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ. അന്നൊരു നിയമമുണ്ട്, 3 കുട്ടികൾ മാത്രമേ ഒരു ഗവൺമെന്റ് എംപ്ലോയീസിന് പറ്റുന്നുള്ളൂ. 4ാമത്തെ കുട്ടി വന്നു കഴിഞ്ഞാൽ പെൻഷൻ കട്ടാവും. അങ്ങനെ 4ാമത് അമ്മ ഗർഭിണിയായി എന്നറിയുമ്പോൾ അമ്മയുടെ അടുത്ത് പോയി ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. ഹോസ്പിറ്റലിലേക്ക് അച്ഛൻ അയക്കുകയാണ്. ആ ഹോസ്പിറ്റലിൽ പോയ അമ്മ ഡോക്ടറോട് പറയുന്നത്, എനിക്കറിയാം അങ്ങ് ഈ ഒരു വികാരത്തിലേക്ക് പോകും. അതുകൊണ്ട് ഞാൻ നിവേദ്യയെ ആദ്യം ക്ഷണിക്കുവാൻ കാരണം നിവേദ്യ സംസാരിക്കുന്നു. I hope I can speak in English. I think that's just a lot more comfortable for me. I would like to start with a phrase, a little part from the book that I read today. So because because of him, he translated the book just yesterday, and I got to read few of the pages. So I would like to start with that. So she wrote in the book, had my parents written and published their life stories in those days, they would have left a precious inheritance. They could not, nor could I, due to the lack of time and means. That remains my only regret. I trust that some future generation will fill that gap. As the critic Mundeshwari once said, much of India's true cultural synthesis between Aryan and Dravidian traditions have been lost in the tides of time. Yet the truth, however buried, remains eternal. So to read this today, on the day that the book is being released, is so monumental because I had the biggest realization as I was reading this book. It made me realize that if you have your grandparents alive, if you're lucky enough to have your grandparents alive, get them to write a book, or at least ask them questions and get those answers and release the book for them. Not for them or not for anything else, but for yourself. Why? Because you can truly understand a lot about who you are based on understanding who your grandparents are, because your grandparents are the reason why your parents are the way they are. So, because
there's something that was so profound that she said yesterday that blew my mind. So not many of you guys know this, but I now work as a therapist. And through my work, there's one thing that I always tell all my clients, and I don't know why I say this. I always say, pain is inevitable. Pain is inevitable, but suffering is a choice. And this is a phrase that really makes so much sense to me. Whenever anyone comes, I always say this. And yesterday, I found something in the book that she wrote. And this is her words. I could not always choose, but I could always make what I chose meaningful. Now, what does that tell me? We, as a young generation, we always focus so much about the trauma that we get passed on by our parents and our grandparents, this generational trauma. But we don't talk enough about the strengths that are passed down through generations. So this is a reminder for everyone to reflect and see what are the silent strengths that we carry as children that have been passed down through generations. So more than looking at what we didn't have, the struggles that our parents went through, I think it's very important that we focus on the strengths that they carry, through which we now carry that because of that. So this book is just a reminder for everyone here that we are not who we are just because of what we did, what we've learned, just through our efforts. We are a byproduct of generations and generations of people who have had losses, and we are a byproduct of that. Thank you. ഇതിൽ ഈ പുസ്തകത്തിന്റെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത് അമ്മയുടെ അതേ കയ്യെഴുത്ത് ഡയറിയുടെ ഫോട്ടോകൾ ഇതിൽ ഉണ്ട് എന്നതാണ്. ഞാൻ കുറെ വായിക്കാൻ നോക്കി, അത് എനിക്ക് വായിക്കാൻ പറ്റിയില്ല. ഓഫ് കോഴ്സ് അതിവിടെ ഇതിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ചോദ്യം ഇവരെ സാക്ഷ്യം വരുത്തി ചോദിക്കുന്നു. നൗ ഐ തിങ്ക് യു ആർ ഓക്കെ ടു കണ്ടിന്യൂ. ആക്ച്വലി അമ്മയുടെ ഈ ഡയറി കുറിപ്പുകൾ ഉണ്ടായിട്ട് വർഷങ്ങളായി. അമ്മ ഒരുപാട് വർഷത്തിന് മുമ്പ് എഴുതിയതാണ്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് അമ്മ പെട്ടെന്ന് മരിച്ചത് കാരണം അത് പൂർണ്ണ രൂപത്തിലേക്ക് ഒരു ബുക്ക് ഫോർമാറ്റിലേക്ക് ആക്കാൻ അമ്മയ്ക്ക് ഒരിക്കലും സാധിച്ചിട്ടില്ല. അമ്മയോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പണ്ട്, അമ്മയ്ക്ക് ഇതൊന്നും ഒരു ബുക്ക് ഫോർമാറ്റിലേക്ക് ആക്കിക്കൂടെ എന്ന്. പക്ഷേ അമ്മയ്ക്ക് അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് അമ്മ മരിച്ചുപോയി. അപ്പം ഇത് എല്ലാം എൻ്റെ സിസ്റ്ററിന്റെ വീട്ടിലായിരുന്നു നമ്മൾ അവസാന കാലഘട്ടത്ത്. അപ്പോൾ ആ ഡയറി കുറിപ്പുകളൊക്കെ അവിടെയുണ്ട്. ഞാൻ എൻ്റെ ഒരു സിസ്റ്റർ നല്ല സാഹിത്യകാരിയാണ്. അപ്പം ഞാൻ സിസ്റ്ററിനോടൊക്കെ പറഞ്ഞു ഇതൊന്ന് കമ്പയർ ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷേ പലരും ഇതിനകത്ത് കൈവച്ചെങ്കിലും ഇത് ഈ ഡയറി കുറിപ്പ് ഒരു ബുക്ക് ഫോർമാറ്റിലേക്ക് ആക്കാനായിട്ട് അതിന്റെ എങ്ങനെ ആക്കണമെന്നുള്ള കൺഫ്യൂഷൻ കിടന്നത് കാരണം എനിക്ക് സമയക്കുറവുണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ നീണ്ടു പോയി. ഞാൻ ഏൽപ്പിച്ചവരാരും അത് പൂർത്തീകരിച്ചില്ല. അപ്പം അവിടെ ഇട്ട് ഒന്ന് പോയി. അങ്ങനെ കഴിഞ്ഞ വർഷം ഞാൻ ഇതേ വേദിയിൽ കഴിഞ്ഞ നവംബർ 15-ാം തീയതി ഇവിടെ ഈ വേദിയിൽ വെച്ചിട്ട് ഒരു ഫാമിലി അവരുടെ ഉമ്മയുടെ പുസ്തകം റിലീസ് ചെയ്യാണ്. അപ്പം അന്ന് ഞാൻ ഈ വേദിയിലുണ്ട്. അന്ന് ഞാൻ അപ്പോഴേ ആലോചിച്ചിട്ടായി ഞാൻ എന്തുമാത്രം വലിയൊരു തെറ്റായി ഇത് 14 വർഷമായി അമ്മ മരിച്ചിട്ട് ഞാൻ ഇതുവരെ എന്തുകൊണ്ട് അത് ചെയ്തില്ല. ഞാൻ അവിടെ വെച്ച് അനൗൺസ് ചെയ്ത് അടുത്ത പുസ്തകം ഇവിടുത്തെ ഷാർജ ബുക്ക് ഫെയറിൽ എൻ്റെ അമ്മയുടെ പുസ്തകം ഉണ്ടാവും എന്ന് പറഞ്ഞു. അത് ഞാൻ എപ്പോഴും അങ്ങനെയാണ്, എൻ്റെ ഭാവി ഞാൻ എഴുതി വെക്കും, അത് അവിടെ എത്തും. ഇതുവരെ എഴുതി വെച്ചത് മിക്കവാറും എല്ലാം എൻ്റെ സക്സസ് റേറ്റ് ഓൾമോസ്റ്റ് ഐ ബിലീവ് ദാറ്റ് 99% നിൽക്കുന്നത്. അപ്പം ഐ ഓൾവേസ് ബിലീവ് ദാറ്റ് destiny is decided by karma and karma can be designed. That means your destiny can be designed. നമ്മൾ എന്ത് പ്ലാൻ ചെയ്യുന്നു അവിടെ നമുക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. അങ്ങനെ ഡിസൈൻ ചെയ്ത അല്ലെങ്കിൽ അങ്ങനെ ആ ഡെസ്റ്റിനി മാർക്ക് ചെയ്തതാണ് ഈ പുസ്തകോത്സവത്തിൽ ഈ പുസ്തകം ഉണ്ടാവണമെന്ന്. അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ കുറേ പേര് പ്രവർത്തിച്ചു. കാര്യം സമയമാണല്ലോ, നമുക്ക് പലതും ഡെലിഗേറ്റ് ചെയ്തിട്ട് വരും. അതിൽ കാര്യം ഇംഗ്ലീഷ് പുസ്തകം ഇന്നലെയാണ് കിട്ടുന്നത്. ഞങ്ങൾ സാമ്പിൾ ബുക്സ് ഇപ്പോൾ അടിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ. അതും ഒന്ന് പ്രൂഫ് റീഡ് ഒക്കെ ചെയ്തതിന് ശേഷം കൂടുതൽ കോപ്പീസ് വരും. പക്ഷേ വീട്ടിൽ വരുന്ന എല്ലാവർക്കും എൻ്റെ വക ഗിഫ്റ്റ് ഉണ്ടാകും പുസ്തകം. ഇനി ആർക്കെങ്കിലും ഇന്ന് തന്നെ വായിക്കണം എന്നുണ്ടെങ്കിൽ ലിബി അവിടെ കുറച്ച് ബുക്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഓൺലൈൻ കോപ്പി ആവശ്യമുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് അയച്ചു തരാം. ഞങ്ങളിത് പണത്തിന് വേണ്ടിയല്ല ചെയ്യുന്നത്, അമ്മയെ
അമ്മ ആ പുസ്തകത്തിലൂടെ പറയാൻ ശ്രമിച്ചത് നിങ്ങളിലേക്ക് എത്തിയതാണ്. പക്ഷെ മൊബൈലിൽ വായിക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഹാർഡ് കോപ്പി വേണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ആർക്കെങ്കിലും പുസ്തകം വേണമെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിലേക്ക് വരിക, ഒരു കോപ്പി നിങ്ങളെ കാത്ത് അവിടെ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഇവിടുന്ന് ലിപിയിൽ നിന്ന് വാങ്ങുക. താങ്ക് യു. എനിക്ക് നിർബന്ധമായും വേണ്ടത് ഈ പുസ്തകം അങ്ങോട്ട് ഒപ്പിട്ട് തരണം. ലിബി പബ്ലിക്കേഷൻസിനോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ആ ഡയറി കുറിപ്പുകളെ അങ്ങനെ തന്നെ സ്വീകരിച്ച് പുസ്തക രൂപത്തിൽ നല്ല പ്രൊഡക്ഷൻ, അത് പറയാതെ വയ്യ, പുസ്തക രൂപത്തിൽ സമ്മാനിച്ചതിനുള്ള നന്ദി ലിബി പബ്ലിക്കേഷൻസിനോടും ഒപ്പം ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരോടും ഓൺ ബിഹാഫ് ഓഫ് സർ സോഹൻ റോയ് ആൻഡ് ഹിസ് ഗ്രൂപ്പ്, let me express my gratitude and thank you.